ഇന്ന് നമ്മളൊരു ഈസി കുക്കർ മന്തി. ഓക്കെ, അതിലേക്ക് വേണ്ട ചിക്കനും നമ്മൾ ഫസ്റ്റ് ചിക്കൻ, ഞാനിപ്പോൾ ഇന്ന് ഇത്രയും ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ക്യാപ്സിക്കം ഉള്ളത് ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഒരു പിടി മല്ലിയില, അതുപോലെ 2 മാഗി ക്യൂബ്. ഞാൻ ഇത്രയും ചിക്കൻ ആയതുകൊണ്ടാണ് 2 മാഗി ക്യൂബ് എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച്, ഇപ്പം നമ്മൾ മാഗി ക്യൂബ് ഇട്ടോ, ക്യാപ്സിക്കം മുളക് ഇട്ടോ, മല്ലിയില ഇട്ടോ. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല. ഇതിലിപ്പോൾ ഞാൻ എക്സ്ട്രാ മന്തി മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് സ്പൈസസ്, നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള സാധനം കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ചിട്ടോ കുറച്ച്, അപ്പോൾ കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊരു ഫുഡ് കളർ ഉപയോഗിക്കാം. ഒരു ഇത്തിരി ജസ്റ്റ് നമുക്കൊരു മന്തിക്കൊക്കെ ഒരു കളർ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഓക്കെ കുറച്ച് സോൾട്ട് ഇട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഈ ചിക്കൻ ക്യൂബിൽ ഉപ്പിൻ്റെ ഉള്ളതാണ്. അതിന് കുറച്ച് ഞാനിപ്പോൾ ഇത്തിരി ഇട്ടിട്ടുള്ളൂ. ഇത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് ഒരു അത്യാവശ്യം വേണ്ട രീതിയിൽ സൺഫ്ലവർ ഓയിൽ വേണം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ കൂടുതലായിട്ട് മന്തിൻ്റെ മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതൊരു ഈസി ആയിട്ട് നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി മന്തി റെസിപ്പിയാണ്. ഇത് കുക്കറിൽ ഒക്കെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിയുടെ കണക്ക് നോക്കാം. ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് അരി കുതിർത്താൻ വെച്ചതായിരുന്നു. അപ്പോൾ അരി കുതിർന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കണം നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, അതുകൊണ്ട് ഞാൻ അതിട്ട് കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി തിളച്ച് വന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ ഇട്ട റൈസ് 3/4 വേവായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഊറ്റിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കനിലോട്ട് ഈ റൈസ് ഇടേണ്ടത്. ഓക്കെ, ഇതിലേക്ക് 2 മുളക്, ഇപ്പം നമ്മൾ തിളപ്പിച്ച അരിയൊക്കെ ഇട്ടിട്ടോ. ഇനി 2 മുളക് നമുക്കിതിലേക്ക് കുത്തി വെക്കാം. ഓക്കെ, ഒരു ഞാൻ കണലാക്കിയതാണ് കേട്ടോ. കണലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കിയാൽ മതി. ഞാനിപ്പോൾ ഒരു ചാർക്കോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊരു ഓയിൽ പാർന്ന് കൊടുത്തിട്ട് പെട്ടെന്ന് അടച്ച് വെക്കട്ടോ. ഇനി ഇത് ഒരു വിസിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മന്തി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് മന്തിയാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഒരു ഈസി മന്തി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.